ജമ്മുകശ്മീരിൽ വീണ്ടും മേഘവിസ്ഫോടനം 3 പേർ മരിച്ചു. റാംബൻ ജില്ലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. 5 പേരെ കാണാതായി. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ജമ്മുകാശ്മീരിൽ വീണ്ടും ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണോ നടന്നിരിക്കുന്നത്? നിലവിൽ 3 മരണമാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെമ്പാടും രോഹിണി കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി കനത്ത മഴയും മേഘവിസ്ഫോടനവും വെള്ളപ്പൊക്കവും വിവിധ പ്രദേശങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ജമ്മു കശ്മീരിലെ റംബാൻ ജില്ലയിൽ രാജ്ഗഡിൽ നിന്നും വരുന്ന വാർത്ത അവിടെ മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ്. 3 പേർ മരിച്ചു, 5 പേരെ കാണാതായി എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. അവിടെ റോഡുകൾ പലതും ഒലിച്ചു പോയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് സമാനമായ രീതിയിൽ മേഘവിസ്ഫോടനം ഉണ്ടായി 100-ലധികം ആളുകൾ മരിച്ച വാർത്തകളും പുറത്തു വന്നിരുന്നു. ഒപ്പം തന്നെ അവിടെ രക്ഷാദൗത്യത്തിന് പോലും സാധിക്കാത്ത വിധം അവിടുത്തെ പാലങ്ങളടക്കം ഒഴുകിപ്പോയതും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പിന്നാലെയാണ് ഇപ്പോൾ ഇന്നത്തെ വാർത്ത പുറത്തു വരുന്നത്. ഉത്തരാഖണ്ഡിലും സമാനമായ രീതിയിൽ ഈ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 11 പേർ ഇതിനോടകം മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ പല മേഖലകളും ഇപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കാരണം അങ്ങോട്ടുള്ള റോഡ് ഗതാഗതം താറുമാറായ ശേഷം ഇനിയും പുനഃസ്ഥാപിക്കാൻ പല സ്ഥലങ്ങളിലും സാധിച്ചിട്ടുമില്ല. ശരി, ജമ്മുകശ്മീരിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. 5 പേരെ കാണാതായിട്ടുണ്ട്. അതോടൊപ്പം 3 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.